3500 വീഡിയോസ് വേറെ സബ്ജക്റ്റിൽ അദ്ദേഹം ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. അതുകൂടാതെ ഏതാണ്ട് 500 വീഡിയോസ് ഇതുപോലുള്ള ഫംഗ്ഷനുകളിൽ ഇടുകയും അത് സെപ്പറേറ്റാണ്. അപ്പോൾ അണ്ടർ ദ സൺ ഒരുവിധം ഏത് സബ്ജക്റ്റിനെ പറ്റിയും സാറിനോട് ചോദിക്കാം. ഒരു കരിയർ ഗൈഡൻസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഏത് ചോദ്യവും അദ്ദേഹത്തോട് ചോദിക്കാം, ഏത് സബ്ജക്റ്റിനെ പറ്റിയും പോകും. സാർ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെയാണ്. സാറ് ISROയിലെ സ്പേസ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. നിരവധി പൊസിഷനിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് സ്ഥലങ്ങളിലും എല്ലാം അദ്ദേഹം ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി യാതൊരു അമുഖവും ഞാൻ ഇനി പറയുന്നില്ല. ആദ്യമായിട്ട് ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഷോർട്ട് ടൈമിൽ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സാർ എത്തിച്ചേർന്നിരിക്കുന്നു. നിങ്ങളിൽ ഓരോ വിദ്യാർത്ഥികളും ഈ കോഴ്സിലൂടെ പൂർത്തിയാക്കി മറ്റ് പല സ്ഥലങ്ങളിലേക്കും പല രാജ്യങ്ങളിലേക്കും പോകുന്നു. നിങ്ങൾക്ക് എല്ലാവിധ ഭാവിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് സാറിൻ്റെ സമയം വളരെ ചുരുക്കമായതുകൊണ്ട് സാറിന് കൂടുതൽ സമയം കൊടുക്കുന്നു. പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങളോട് കൂടുതൽ ഞാൻ സംസാരിക്കാം. ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സർ. എത്ര സമയം പറയണം? As long as you can. Around You will be in trouble, huh? So I'm gonna sit down to 10 minutes, I guess. 10 minutes. ഓക്കെ, ഇയാൾ 10 മിനിറ്റ് പറഞ്ഞു, ഇവിടെ 20 മിനിറ്റ് പറഞ്ഞു. Okay, so this kind of 15 minutes. യാ, ആരൊക്കെയാണ് ബിടെക് കഴിഞ്ഞ് പോകുന്നവര്? കൈപൊക്ക. ഗുഡ്. അതില് ടെക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടെക്നോളജി. പണ്ട് ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നത് 1986-89 അന്ന് ബിടെക് ഇല്ല. എന്താ പകരം ഉണ്ടായിരുന്നത്? BE എഞ്ചിനീയറിംഗ് ആണ്. എന്താണ് എഞ്ചിനീയറിംഗും ടെക്നോളജി വ്യത്യാസം? എന്തുകൊണ്ട് എഞ്ചിനീയറിംഗ് മാറ്റി ടെക്നോളജി ആക്കി? നിങ്ങൾ ആരെങ്കിലും ആലോചിക്കരുത് കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഭാഗം ഉണ്ടല്ലോ ബി. ആ ബി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിൽ എത്ര പേര് ശരിക്കും ബാച്ചിലറാണ്? മനസ്സുകൊണ്ടെങ്കിലും ബാച്ചിലർ ആയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഓക്കെ, ബാച്ചിലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എനിക്ക് കുട്ടികളെ ഇഷ്ടമെന്ന്. ഇത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല ഈ ടീച്ചേഴ്സിനോടും ഭാരവാഹികളോടൊക്കെ സംസാരിക്കും. കാരണം ഇവരൊക്കെ ഒന്നും മാറ്റാൻ പറ്റില്ല. നിങ്ങൾ കുറച്ച് പേരെങ്കിലും മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പുള്ളവരാണ്. അതിന്റെ കഥ ഞാൻ പറയായിരുന്നു. ഫസ്റ്റ് ഇയർ ഒക്കെ നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും ഇവരെ നന്നാക്കിയാണ്. നിങ്ങളുടെ ചാൻസ് പോയി. ഞാനൊക്കെ കോളേജ് പഠിക്കുമ്പോൾ അങ്ങനെ. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ശരിക്കും ബാച്ചിലറിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് പഠിച്ചത്. പക്ഷേ ഞാൻ പോയ ഒരു കോളേജിലും മാഷന്മാരോ പ്രിൻസിപ്പളോ ടീച്ചേഴ്സോ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റോ ഒരാളും ബാച്ചിലറിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടില്ല. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ ഹൃദയ ഗുഹര മധ്യേ കേവലം ബ്രഹ്മ മാത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാവരും കൈപൊക്കിയ, എല്ലാവരും കൈപൊക്കിയ, എല്ലാവരും എന്താ ഇവരുടെ കൈവർക്കാണ് പൊക്കടി. എന്നിട്ട് തലയിലൊക്കെ എന്റെ ജന്മം ദുഷിച്ചു പോയി. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി എന്നാണ് അർത്ഥം, ആണല്ലോ. ദാറ്റ് ഈസ് നോട്ട് മാരീഡ് ഓർ അൺമാരീഡ്. അത് തെറ്റായ ഒരു ട്രാൻസ്ലേഷനാണ്. ബ്രഹ്മം ചരിക്കുക എന്നാണ് അർത്ഥം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ ഉള്ളില്, ഹൃദയം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അല്ലെ, അത് കൊടുത്തു ആർക്കെങ്കിലും. അല്ല, ഫസ്റ്റ് ഇയർ വന്ന ആദ്യം ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും ഇലക്ട്രോണിക്സും കുഴപ്പമില്ല, മെക്കാനിക്കലും ഇലക്ട്രിക്കലും ഭയങ്കര കഷ്ടമായി. ഈ ആമ്പിള്ളേർക്ക് നോക്കിയാൽ ഒന്നിനും കാണില്ല. അപ്പൊ തന്നെ ഹൃദയം പകുതി പോയി. പിന്നെ തപ്പി നോക്കും അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ടോ. റൈറ്റ്? യെസ് ഓർ നോ? മാരീഡ് അൺമാരീഡ് അല്ല ബാച്ചിലർ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിങ്ങൾ എന്താണ് കൊണ്ടു നടക്കുന്നത്? BA, BSc, B.Ed, B.Com, B.Tech എന്നൊക്കെയാണല്ലോ പറയുന്നത്. നിങ്ങളുടെ വൈസ് ചാൻസലർ നിങ്ങൾക്ക് തരുന്ന സർട്ടിഫിക്കറ്റില് ഇയാള് B.Tech ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ അർത്ഥം എത്ര വർഷം? 4 വർഷം ഇലക്ട്രിക്കൽ മാത്രം ആലോചിച്ച് നടന്നവരാണെന്നുള്ള സർട്ടിഫിക്കറ്റ്. അങ്ങനെയാണോ?
എപ്പോഴെങ്കിലും ഈ പഠിച്ച സബ്ജക്റ്റുകൾ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലുമൊക്കെ പതിഞ്ഞിട്ടുണ്ടോ? വളരെ കുറവാണെന്ന് ഉറപ്പാണ്, വളരെ കുറവ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ബിടെക് ഒന്നും പഠിച്ച ആളാണ്, ഞാൻ BSc മാത്തമാറ്റിക്സ് ആണ്. ഇന്നും 1984 ഞാൻ തീർന്നത്. അതിലേത് ക്വസ്റ്റ്യൻ പേപ്പർ അതിനേക്കാളും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് തന്നാലും അന്ന് കിട്ടിയ 89%-ൽ ഞാൻ ഇന്ന് മേടിക്കും. അതാണ് എൻ്റെ ഗ്യാരണ്ടി. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. മനസ്സിലാണോ? എങ്ങനെ പഠിച്ചു? ഏതും എവിടുന്നും എന്തും ചോദിച്ചോളാം. എൻ്റെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് മാത്സ് ഒക്കെ ആകുമ്പോൾ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലേ? എനിക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. അവർ ഈ ഭാഗത്ത് കോട്ടയത്ത് നിന്നാണ് ആ ടീച്ചർ. കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ള കുറേ പേരാണ് കണ്ണൂർ. ഞാൻ പയ്യന്നൂർ കണ്ണൂർ ഭാഗത്താണ്, പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത്. ഒരു നല്ലൊരു സിനിമയില്ല പയ്യന്നൂരിൻ്റെ വറാന്തയിൽ പഠിച്ച ആളാണ് ഞാൻ 3 കൊല്ലം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ദിവസം ടീച്ചർ വന്നിട്ടൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് എല്ലാവരും സോൾവ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് സോൾവ് ആവില്ല, ദിസ് വിൽ നോട്ട് വർക്ക്, ചെയ്യും. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. അങ്ങനത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നിങ്ങൾ അങ്ങനെ പറയോ ടീച്ചർമാരോട് മുഖത്ത് നോക്കിയിട്ട്? ഞാൻ അങ്ങനെ പറയും, ചെയ്യില്ല. അതെന്താ കാരണം? ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? അത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. x² + y² = 9, x = 2. സോൾവ് ചെയ്യാൻ പറ്റും. x² + y² = 9 എന്ന് പറഞ്ഞാൽ സർക്കിളാണ്, വിത്ത് 3 ആസ് ദ, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? റേഡിയസ് 3 ആണ് അല്ലേ? x = 2 എന്ന് പറയുമ്പോൾ ഒരു ലൈൻ. അപ്പൊ 2 സ്ഥലത്ത് കട്ട് ചെയ്താൽ 2 സൊല്യൂഷൻ കിട്ടും, 2 പോയിന്റ്സ് സൊല്യൂഷൻ ആയിട്ട് കിട്ടും. പക്ഷെ ഈ ടീച്ചർ പറഞ്ഞത് x² + y² = z², z² = some number, സ്ഫിയർ ആണ്. മറ്റേതൊരു പ്ലെയിൻ ആണ്. പക്ഷെ ഈ പ്ലെയിൻ കട്ട് ചെയ്യാത്തൊരു സ്ഥലത്ത് പുറത്തെവിടെയോ ആണ് പോണത്. കാരണം ഈ ഇക്വേഷൻ തന്നപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഇത് സങ്കല്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് മുട്ടില്ല. അത് ഒരു സ്ഥലത്ത് മുട്ടിയ ഒരു പോയിന്റ് കിട്ടും, കട്ട് ചെയ്താൽ ഒരു സർക്കിൾ സൊല്യൂഷൻ ആയിട്ട് കിട്ടും. ഇത് മുട്ടില്ല. അങ്ങനത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. നല്ല മാത്തമാറ്റിക്സ് അറിയുന്ന ഒരാളായിരുന്നു. എന്താ കാരണം എന്നറിയോ? ടീച്ചർമാർ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, സ്വന്തം പഠിച്ചിട്ടാണ്. എന്താ സ്വന്തം പഠിക്കാൻ കാരണം എന്നറിയോ? ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും +2-ന് 60% കുറവുള്ളവരുണ്ടാവും. ഒറ്റ കുട്ടിയുള്ളൂ. യു ആർ മൈ സൺ. ഞാൻ ആ ഗ്രൂപ്പിൽ പെട്ട ആളാണ്. എനിക്ക് 54% ഉണ്ട്. 10ാം ക്ലാസ്സിൽ 52% ഉണ്ട്. മനസ്സിലായോ? 8ാം ക്ലാസ്സിൽ ഏറ്റവും മോശം സ്റ്റുഡൻ്റ് ആയിട്ട് ഒരു ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് TC തന്ന് പുറത്താക്കിയതാണ്. അങ്ങനെ മോശം സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാൻ. അപ്പം ഞാൻ തീരുമാനിച്ചു, എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞു നിനക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ല. അന്ന് ബിടെക് ഒന്നും ഇല്ല, അന്ന് BSc കഴിഞ്ഞിട്ടാണ് ബിടെക്കിന് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മാത്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബിടെക്കിന് പോവാം. അങ്ങനെയാണ് കുഞ്ഞികൃഷ്ണനൊക്കെ ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. ഇപ്പോഴത്തെ ഇസ്രോന്റെ ഡയറക്ടറൊക്കെ ആയിട്ട് റിട്ടയർ ആയിട്ട് അയാൾ പെയിന്റ് കോളേജിൽ വെച്ചു. അപ്പം ഞാൻ തീരുമാനിച്ചു ഞാൻ മാത്തമാറ്റിക്സ് പഠിക്കുന്നു. അപ്പം എൻ്റെ ഏട്ടൻ പറഞ്ഞു പഠിക്കാൻ പറ്റില്ല. ഞാൻ ഐ വിൽ പ്രൂവ് ദാറ്റ് ഐ ക്യാൻ സ്റ്റഡി. അപ്പൊ എന്ത് ചെയ്യും? ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ഫുൾ പഠിക്കും. അപ്പൊ ടീച്ചർ തന്ന ചോദ്യം എഴുതിയ സമയത്ത് ഒരു നമ്പർ വിട്ടുപോയിട്ടുണ്ട്. കാരണം എല്ലാ ക്വസ്റ്റ്യനും അവർ പകർത്തുന്നതും ഞാൻ പകർത്തുന്നതും ഒരേ ബുക്കിൽ നിന്നാണല്ലോ. അപ്പൊ ടീച്ചർ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് അതുപോലെ സോൾവ് ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറോട് ഇത് മുട്ടില്ല. കാരണം ഒരു നമ്പർ വിട്ടുപോയപ്പോൾ വലിയ സ്പിയർ ചെറുതായി, അപ്പോൾ പ്ലെയിൻ മുകളിൽ പോയി. വലിയ സ്പിയർ ആയിരുന്നെങ്കിൽ കട്ട് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടല്ല ഞാൻ പഠിച്ചത്. ടീച്ചർമാർ പഠിപ്പിക്കാൻ പോകുന്നത് അതിന് മുമ്പ് പഠിച്ചു. ഞാനിപ്പോൾ പറഞ്ഞതാണ്, അങ്ങനെയാണ് പിള്ളേർ പഠിക്കേണ്ടത്. അങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവുമായിരുന്നു? ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരാളുടെ വീട്ടിലേക്കുള്ള വഴി ഞാൻ പറയാന്ന് വിചാരിക്കാം. ഇപ്പൊ ഒരാളുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ഞാൻ ഗൂഗിളൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് ഞാൻ പറയാണ് ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റിൽ ഇങ്ങോട്ട് ടേൺ ചെയ്യണം, അവിടെ ഒരു മട്ടൺ ഷോപ്പ് ഉണ്ട്, അവിടുന്ന് കുറച്ചും കൂടി വയറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വൈദ്യ ഷോപ്പ് ഉണ്ട്, അവിടെ നിന്ന് അപ്പൊ അത് തെറ്റി 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 എന്ന് പറയുമോ ഇല്ലയോ? അല്ലേ? എന്താ കാരണം? നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ശ്രദ്ധ കൂടും. അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഫുൾ പഠിച്ചു വന്ന് ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അന്ന് തന്നെ ഇത് ഫുൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എപ്പോഴാ പഠിച്ചത്? എക്സാമിന് പോകുന്ന തൊട്ട് മുമ്പ്, അല്ലേ? ഇനി എക്സാം എഴുതി കഴിഞ്ഞിട്ട് അതേ ചോദ്യ പേപ്പർ
ഞാൻ സൈക്കോളജിസ്റ്റാണ്. എൻ്റെ സൈക്കോളജി പഠനത്തിലുള്ള സൈക്കോളജിയാണ്. ഐ എം എ സൈക്കോതെറാപ്പിസ്റ്റ്, മാസ്റ്റേഴ്സ് ഇൻ MS ഇൻ സൈക്കോതെറാപ്പി ആൻഡ് കൗൺസിലിംഗ്. അപ്പൊ പഠിപ്പിച്ച കുട്ടികളെ ഞാൻ എന്ത് ചെയ്യും, നല്ല എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞാൽ അതേ ക്വസ്റ്റ്യൻ പേപ്പർ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ മേടിച്ചുകൊണ്ട് ക്യാൻറ്റീനിലൊക്കെ കൊണ്ടുപോയി നല്ലോണം ഭക്ഷണം കഴിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് ആൻസർ എഴുതിയാൽ 5000 രൂപ തരാൻ പറയും. എക്സാം ഒരു പ്രാവശ്യം എഴുതിയാൽ കംപ്ലീറ്റ് ബ്രെയിൻ ക്ലീൻ ആണ്, ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ കഴിഞ്ഞു കഥ. അല്ലേ? നിങ്ങൾ പഠിച്ച എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കാറുണ്ടോ? അത് ആലോചിച്ച ബുദ്ധിയിൽ ഉണ്ടാവോ? ഇല്ല. എന്താ കാരണം? നിങ്ങൾ പഠിക്കുന്നത് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നുള്ള മിക്കവാറും നല്ല എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ് ഗേറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എയ്സ് എന്ന് പറയുന്ന ഹൈദരാബാദിൽ വന്നിട്ട് 1-2 ലക്ഷം രൂപ കൊടുക്കുക. അവിടെ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ പണ്ട് പോകാറുണ്ടായിരുന്നു. 300-400 പിള്ളേരുണ്ടാവും. 7 മണിക്കാണ് ക്ലാസ്സെങ്കിൽ 3 മണിക്ക് വന്നാലേ ആദ്യത്തെ കുറച്ച് സീറ്റ് കിട്ടുള്ളൂ. രാവിലെ 3 മണിക്ക് അവിടെ വന്ന് ക്ലാസ്സിലിരിക്കുന്ന പിള്ളേരുണ്ട്. അത് അവരുടെ ഗുണം കൊണ്ടൊന്നും അല്ല അവർ പാസ്സാവുന്നത്, നമ്മുടെ ഗുണം കൊണ്ടും അല്ല. നല്ല ഫ്രണ്ട്സ് കുറേ പേര് തീരുമാനിച്ച് ഞങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ കൂടി ഡിസ്കസ് ചെയ്യും. അപ്പോൾ അന്യോന്യം പഠിപ്പിക്കുമ്പോഴാണ് അവർ കിട്ടുക. ബാച്ചിലർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എന്താണോ അത് ഞാൻ അടുത്തിരിക്കുന്ന ആളോട് പറയുമ്പോൾ ഞങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് കൂടെ കുറേ പഠിക്കാൻ പറ്റും. അപ്പൊ ഞാൻ BSc ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റ്സുമായിട്ട് മിക്കവാറും ഡിസ്കസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോഴും ബാച്ചിലേഴ്സിന് എൻ്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികളും ഞാനുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എന്താ കാരണം? ഞങ്ങൾ ഉഴപ്പി നടന്ന സമയം ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അതിനേക്കാളും കൂടുതൽ സമയം കൂടെ പഠിച്ച സമയമാണ്. നിങ്ങൾക്കൊക്കെ നഷ്ടപ്പെട്ടു ആ ചാൻസ്. ഞാൻ കുട്ടികളോട് പറയാറുള്ളത് അന്യോന്യം ഡിസ്കസ് ചെയ്തിട്ട് പഠിക്കണം. ആചാര്യ പാദമാദത്തെ 1/4 നോളജ് ആചാര്യന്റെ അടുത്തുനിന്ന്, പാദം ശിഷ്യ സ്വമേധയ സ്വന്തം നിങ്ങൾ 1/4, പാദം സ ബ്രഹ്മചാരിഭ്യ ബ്രഹ്മചര്യം വന്നോ ഇല്ലയോ അല്ലേ? ബാക്കി ഭാഗം എങ്ങനെ പഠിക്കണം? കൂടെ ഡിസ്കസ് ചെയ്തിട്ട് കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിക്കണം. അങ്ങനെ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ എല്ലാവരും നന്നാവും. ഞങ്ങൾ BSc ഫിസിക്സ് മാത്തമാറ്റിക്സ്, BSc മാത്തമാറ്റിക്സ് ഒക്കെ വലിയ കോഴ്സൊന്നും അല്ലല്ലോ. പയ്യന്നൂർ കോളേജിന്റെ ചരിത്രത്തിലെ 84 ബാച്ച് വരെ പല കുട്ടികൾക്കും ജോലിയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ 84 ബാച്ചിൽ ഒരു കുട്ടിക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. ആ ഒരു കുട്ടിക്ക് ജോലി കിട്ടാണ്ടിരുന്നത് ആ കോഴ്സ് തീരുന്നതിന് മാരീഡ് ആയിരുന്നു. അതെൻ്റെ ബാച്ച്. 84-ന് ശേഷമുള്ള ബാച്ചിലും പലർക്കും ജോലി കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ ടീച്ചേഴ്സൊക്കെ 30 കൊല്ലം അവർ പറയായിരുന്നു ഒരു ബാച്ച് മാറാൻ കാരണം ശശികുമാറാണ്. എൻ്റെ ടീച്ചേഴ്സ് എന്നെ ഓർത്തത് അങ്ങനെയാണ്. ആ ടീച്ചേഴ്സിനൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുത്തിരുന്നു. എല്ലാ ടീച്ചേഴ്സിനും ഗിഫ്റ്റ്. എന്താ അറിയോ? അന്ന് കോളേജ് ലൈബ്രറിയിലുള്ള എല്ലാ ബുക്സിലെയും എല്ലാ എക്സർസൈസും സോൾവ് ചെയ്തിട്ടുള്ള എൻ്റെ നോട്ട്ബുക്ക് എൻ്റെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എല്ലാ ടീച്ചേഴ്സിനും ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഉപയോഗിക്കാം അടുത്ത ജനറേഷൻസിനെ പഠിപ്പിക്കാൻ. നിങ്ങൾ ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് കൊടുക്കും. അങ്ങനെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എന്നെ കൊടുത്ത് വിജയകുമാർ അവിടുത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ആയിരുന്നു. അദ്ദേഹം 30 കൊല്ലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ടേബിളിന്റെ മുകളിൽ ഒരു പേപ്പർ മാറ്റാതെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഡോക്ടർ TPS കൊടുത്തിട്ടുള്ള ഒരു സംഭാവനയാണ്. എന്താ അറിയാം, എന്നെ പഠിപ്പിച്ചത് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റാണ്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ കോംപ്ലക്സ് അനാലിസിസ്? ആ കോംപ്ലക്സ് അനാലിസിൽ അന്ന് ലൈബ്രറിയിൽ കിട്ടുന്ന എല്ലാ ബുക്സിന്റെയും ഒരു കൊളേജ് ഉണ്ടാക്കിയിട്ട് ഒരു പേപ്പറിൽ ഒട്ടിച്ചിട്ട് അതാണ് ഞാൻ അയാൾക്ക് കൊടുത്തത്. കാരണം റെഫറൻസ് ബുക്കുകൾ നിങ്ങൾ എവിടെയും നോക്കണ്ട. എന്ന് നോക്കിയാൽ അന്ന് ഈ കോളേജ് ഉണ്ടാക്കൽ എളുപ്പമൊന്നുമല്ല. സിറോക്സ് പോലും കോപ്പിയും ഫോട്ടോ കോപ്പിയും പോലും റിഡക്ഷൻ കിട്ടുന്നത് 6 കിലോമീറ്റർ നടന്നിട്ടൊരു സിറോക്സ് ഷോപ്പ് പോയാലാണ്. സിറോക്സ് ഷോപ്പ് എന്നല്ല പറയാം, ഫോട്ടോ കോപ്പിങ് ഷോപ്പ്. അവിടെ പോയാലാണ് ഇതൊന്ന് റെഡ്യൂസ് ചെയ്ത് കിട്ടുക. കാരണം 1:1 മാത്രം കിട്ടുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ ആയിരുന്നുള്ളൂ ലോകത്ത്. അത്രയും ഫെസിലിറ്റി ഇല്ലാത്ത സമയത്ത്. ഞാൻ പറയുന്നത് നിങ്ങളുടെയൊക്കെ ബ്രഹ്മചാരികളായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് കോളേജ് പഠിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ബ്രഹ്മചാരികളായിരുന്നില്ല എന്നുള്ള ഒരു ദുഃഖം വേണ്ട. പോയതൊക്കെ പോട്ടെ. ഇനിയെങ്കിലും ഭാവിയിൽ എന്താവണം എന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും നല്ല പൊസിഷനിൽ ഏറ്റവും നല്ല സ്ഥലത്തേക്ക് എത്താൻ വൈകിട്ടില്ല എന്ന് മനസ്സിലാക്കാനൊരു സമയമായിട്ട്. കാരണം ഇതൊരു ഒരു കടമ്പയാണ്. ഇത് ഇങ്ങനെയൊക്കെ പോയത് ഒന്ന് ലോകത്തിന്റെ മാറ്റം. നിങ്ങളുടെ ഇപ്പൊ BAMS പഠിച്ചൊരു കോളേജിൽ അടുത്ത കാലത്ത് പോയി. ആ BAMS ഇതുവരെ ക്ലിനിക്കിലൊന്നും പോവാത്തവരാണ് ബാച്ചിലർ ഓഫ് ആയുർവേദ മെഡിസിൻ ആയത് ഈ വർഷം കോവിഡ് ആയതുകൊണ്ട്. ഫൈൻ. അപ്പൊ അങ്ങനെ കുറെ കുട്ടികൾ, നമുക്ക് കുറെ കുട്ടികളെ അറിയാം. ഒരു സ്ഥലത്തൊരു കുട്ടി ഡെന്റിസ്ട്രി കഴിഞ്ഞ BDSന്റെ പ്രോഗ്രാമിന് പോയി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ദിവസം ഞാൻ ദുബായിലുള്ള സമയത്ത് തന്നെ അർജന്റായിട്ട് കാണണം,
ഇന്ന് രാത്രി ഇഫ്താർ ഭക്ഷണം എവിടെയാണ്, എവിടെ പോയി? അപ്പം എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ MDS ചേർക്കാൻ പെർമിഷൻ മേടിച്ചു തരണം. അതിനാണ് ഈ ഇഫ്താറിന് എന്നെ വിളിച്ചത്, ക്യാൻവാസ് ചെയ്യാൻ, അവരുടെ പാരൻസിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. മാരേജ് കഴിഞ്ഞിട്ട് പോയതാണ് അവിടെ BDS കഴിഞ്ഞിട്ട്. ഒരിക്കലും പഠനം നിർത്താതെ തുടർന്ന് പഠിക്കുക. വേറെ ഒരു ജോലി കിട്ടിയില്ലെങ്കിലും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ കാത്തിരിക്കണം. കേരളത്തിൽ പ്രത്യേകിച്ചാണ് എന്താ ചെയ്യണേ, റിസൾട്ടിന് കാത്തിരിക്കണം. ഇങ്ങനെ കാത്തിരിക്കല്ലേ പോസ്റ്റ്മാൻ വരുന്നുണ്ടോ? എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണ് കുറേ സമയം. അത് ചെയ്യരുത്. ഇന്നു മുതൽ പഠിക്കുന്നവരും കുറച്ച് പേരുണ്ടാവും, പഠിപ്പ് കഴിഞ്ഞവരും കുറച്ച് പേരുണ്ടാവും, അല്ലെ? അങ്ങനെയല്ല വിചാരിക്കണേ. പഠിപ്പ് കഴിഞ്ഞവരുണ്ടാവരുത്. ഇന്നു മുതൽ തീരുമാനിക്കുക, ഇനിയും എനിക്ക് കുറെ പഠിക്കാനുണ്ട്. ഒരു 200% ബിസി ആവും. നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതുകൊണ്ട് ഇനി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ജോലി കിട്ടും, അങ്ങനെ നോക്കേണ്ട കാര്യമില്ല. യു ക്യാൻ ഷിഫ്റ്റ് ടു എനി അതർ. ഏതാണോ മാർക്കറ്റിൽ ഏറ്റവും അത്യാവശ്യമായിട്ട്. ഇപ്പൊ ഞാൻ പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ്, പക്ഷെ ഞാൻ ജോലി ചെയ്തത് ഏതാ? ഇമേജ് പ്രോസസ്സിംഗ് ആണ്. നിങ്ങളുടെ സിഗ്നൽ പ്രോസസ്സിംഗ് ആണ്. നിങ്ങൾ സിഗ്നൽ പ്രോസസ്സിംഗ് പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ സിഗ്നൽ പ്രോസസ്സിംഗ് നല്ലപോലെ പഠിപ്പിച്ചോളാം, റൈറ്റ്? ഇപ്പൊ സിഗ്നൽ പ്രോസസ്സിംഗും ഇമേജ് പ്രോസസ്സിംഗ്, ഞങ്ങളുടെയൊക്കെ ഇമേജ് പ്രോസസ്സിംഗിന്റെ ഇന്ത്യയിലെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ളത് സിഗ്നൽ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് ഇമേജ് പ്രോസസ്സിംഗ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ചെയ്തിട്ടുള്ള ദീക്ഷിത് ലു എന്ന് പറഞ്ഞ ആളായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആരാധ പുരുഷൻ. അദ്ദേഹത്തിന് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ പഠിച്ചത്. ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ചു എന്നല്ല ചെയ്യേണ്ടത് ജോലിക്ക്. ഇമേജ് പ്രോസസ്സിംഗ് എങ്ങനെ പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്ക് നോക്കി പഠിച്ചു അത്രയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതിന് വേണമെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്യാം, പഠിക്കാൻ തയ്യാറാവും, ഒരു സബ്ജക്ട് എടുക്കാം. ഏതാണോ ലോകത്തിന് അത്യാവശ്യം. ഒരു അഡ്വർടൈസ്മെന്റ് നോക്കുമ്പോൾ നിങ്ങളുടെ ഗൈഡൻസ് അഡ്വർടൈസ്മെന്റ് ആണ്. അഡ്വർടൈസ്മെന്റ് നോക്കുമ്പോൾ ഇമേജ് പ്രോസസ്സിംഗിൽ ജോലി വേണം. എൻ്റെ മകൻ ഒരു പ്രാവശ്യം ജോലിക്ക് അങ്ങോട്ട് ഏതോ ഒരു പ്രോജക്റ്റ് ചോദിച്ച സമയത്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാലകൃഷ്ണൻ, അവന്റെ കമ്പനിയിൽ പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞ സമയത്ത് ഒന്ന് GIS അറിയുമെന്ന് ചോദിച്ചു. അറിയില്ല. അപ്പൊ അവൻ പറഞ്ഞു 3 മാസം ഞാൻ GIS പഠിച്ചോളാം. GIS പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, സ്വന്തം പഠിച്ചു. അതിൽ സർട്ടിഫിക്കറ്റും കിട്ടി, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ്. അപ്പൊ ഇഷ്ടം പോലെ എഡക്സ്, കോഴ്സറ, ഉഡാമി എന്നൊക്കെ പറഞ്ഞ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ, അല്ലേ? ഗോ സെർച്ച്. നിങ്ങൾ പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഒരു 10 കോഴ്സ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക, കാശ് ചോദിക്കുമ്പോൾ അടക്കാണ്ട് പുറത്തു വരാം, റൈറ്റ്? ഫ്രീ ആയിട്ട് പഠിക്കാം, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റി ആണ്, അതിൽ സർട്ടിഫിക്കേഷന് മാത്രം ഒരു $100 ഒക്കെ കൊടുക്കുകയാണെങ്കിൽ നഷ്ടമൊന്നുമില്ല. അങ്ങനെ ഒരു 10 യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അടുത്ത പ്രോഗ്രാമിന് മാസ്റ്റേഴ്സിന് പോകുന്നതിന് മുമ്പ് ഉണ്ടെങ്കിൽ, എബ്രോഡിലൊക്കെ പോവാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 50% കൺസെഷൻ കിട്ടും നിങ്ങൾക്ക്. 15 ലക്ഷം രൂപയിൽ 7 ലക്ഷം രൂപ പട്ടേ എന്ന് പറഞ്ഞിട്ട് അവര് സ്കോളർഷിപ്പ് തരും. എന്തിനു വേണ്ടിയിട്ട്? ഈ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ. അപ്പൊ എത്ര കോഴ്സുകൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഡോണ്ട് സ്റ്റോപ്പ്. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസ് ചെയ്ത് എൻറിച്ച് യുവർ നോളജ്, ഗെറ്റ് സർട്ടിഫൈഡ്. അതാണ് അത്യാവശ്യം. ഓക്കെ, പഠിപ്പ് കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു, ഇനി കാത്തിരിക്കുക. അങ്ങനെ ഒരു അവസ്ഥ വേണ്ട. ഇനിയെങ്കിലും നിങ്ങളുടെ ഹൃദയ ഗുഹര മധ്യേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇലക്ട്രിക്കൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറയാൻ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ് തള്ളരുത്. നിങ്ങളുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ആണോ അല്ലയോ? ഇല്ലേ? ഇലക്ട്രോണിക്സുകാർക്കുള്ളതിനേക്കാളും ഇലക്ട്രോണിക്സ് നിങ്ങൾക്കുണ്ട്. പക്ഷെ അവരെ ഇലക്ട്രോണിക്സ് എന്നാ പറയാം. എന്താ കാരണം? അവർ കമ്മ്യൂണിക്കേഷൻ വിട്ടു. ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും ഇതൊക്കെ ബന്ധമുള്ളതുകൊണ്ടാണ് അങ്ങനെ മിക്സ് ചെയ്തിട്ട് BE കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ കമ്മ്യൂണിക്കേഷനിലേക്കും ചാടാം. ഗോട്ട് ഇറ്റ്? അപ്പൊ എന്തൊക്കെ റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കാം. എവിടെയൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ടോ അതൊക്കെ നോക്കാം. ഏത് കമ്പനി കാണുമ്പോഴും ഏത് സ്ഥലത്ത് പോകുമ്പോഴും, റൈറ്റ്, ഏത് 2 പോസ്റ്റ് കാണുമ്പോഴും നോക്കാം. ഞാൻ നേരത്തെ പറയാം സാഗ് കമ്പ്യൂട്ടേഷൻ, റൈറ്റ്? എങ്ങനെയാണ് ഈ പവർ ഗ്രിഡുകൾ? ഞാൻ താമസിക്കുന്ന ഹൈദരാബാദിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു 6 കിലോമീറ്റർ പോയാൽ നാഷണൽ പവർ ഗ്രിഡിന്റെ ടെസ്റ്റിംഗ് സെന്ററാണ്. ഇടയ്ക്ക് പൊട്ടിത്തെറിക്കുന്നതാണ്. എന്താ കാരണം? അവർ ഏറ്റവും ഹൈ വോൾട്ടേജ് ഉള്ള സാധനം അയച്ചു നോക്കിയിട്ട് ഇതിന് താങ്ങാൻ പറ്റുമോ നോക്കും. അപ്പൊ അത് ടപ്പ് തൊട്ട് പൊട്ടിത്തെറിക്കും. അങ്ങനെ റിസർച്ച് നടത്തുന്ന സ്ഥലമാണ് ഹൈദരാബാദിൽ ഞാൻ താമസിക്കുന്ന സ്ഥലം. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ കാണുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാരുടെ പിടിച്ചു എന്താ സംഭവം നമുക്കറിയില്ലേ. അങ്ങനെ നമ്മൾ കയറി പഠിക്കണം, ചോദിക്കണം, ചോദിച്ച് പഠിക്കണം. നിങ്ങളുടെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകളെല്ലാം പറ്റുന്നത്രയും ചോദിക്കാം. അതാണ് വേണ്ടത്. എനിക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം, പക്ഷെ ഇതല്ല അതിന്റെ സമയം.
അവിചാരിതമായിട്ട് കേരളത്തിൽ കോഴിക്കോട് ഒരു ക്ലാസ് എടുക്കാൻ വന്നതാണ്. നാളെ ആലപ്പുഴയുണ്ട്, ഇരിങ്ങാലക്കുടയാണ് എൻ്റെ വീട്. ഇവിടെ ഇലാഹി വരെ വന്നിട്ടുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ഞാൻ പണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്തിരുന്നു. KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് സെൻറ്ററിലെ മാത്തമാറ്റിക്സ് അല്ല പഠിപ്പിച്ചത്. കോർപ്പറേറ്റിലേക്ക് എങ്ങനെ ജോലി കിട്ടുമെന്ന് ബിടെക്കാരെയും MBA-കാരെയും BBA-കാരെയൊക്കെ പഠിപ്പിക്കുന്നു. KLH ഡോക്ടർ TPS നടിച്ചാൽ എൻ്റെ എല്ലാ ക്ലാസ്സും റെക്കോർഡ് ചെയ്തത് അതിനകത്തുണ്ട്. അനലിറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, കോംപ്രഹെൻഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഡാറ്റ അനാലിസിസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരിക. ഇതൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പൊ അങ്ങനെ അവിടെയുള്ള സമയത്താണ് ഒരു പ്രാവശ്യം നിങ്ങളുടെ പ്രിൻസിപ്പള് അസലായിട്ടൊരു ക്ലാസ് ഒക്കെ കേട്ടു. ആ സെമിനാർ കേട്ട സമയത്ത് ഞാൻ കയറി പരിചയപ്പെട്ടതാണ്. അങ്ങനെ കയറി ഒരിക്കലും ഒരാളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടാവരുത്. ഒരാളെ കോണ്ടാക്ട് ചെയ്യാനും മടിയുണ്ടാവും. പോയാൽ ഒരു വാക്ക് അയാൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? പോണാൽ പോകട്ടും മനസ്സിലായോ? ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടിയുണ്ടാവരുത്. കാരണം ദാറ്റ് സ്കോർസ് യു ഇൻ യുവർ ലൈഫ്. ഇപ്പൊ അന്ന് ഞാൻ കയറി പരിചയപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ വരില്ല. അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളെ ആരെയും കാണാൻ പറ്റില്ല. റൈറ്റ്? നിങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോന്നല്ല, പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഗുണം ചെയ്യാൻ സാധിച്ചാൽ ഏന പ്രകാരേണ സന്തോഷം ജനയൻ പ്രജ്ഞ തദൈവം ഈശ്വര പൂജന. അതാണ് ഭഗവത് പൂജ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ. 20 മിനിറ്റ് പറയാൻ പറഞ്ഞു. ഞാൻ 20 മിനിറ്റ് പറഞ്ഞിട്ടില്ല. കുറേ പറഞ്ഞു തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഒരു ചോദ്യം ആർക്കെങ്കിലും ചോദിക്കാം? 6, 5, 4, 3, 0 ആകുമ്പോഴത്തേക്ക് നിർത്തും. ഒരു ചോദ്യം ആരെങ്കിലും ഒരാൾ. ലെറ്റ് മീ ചെക്ക്. ഒരു ചോദ്യം. ഒന്നുകൂടി. 6, 5, 4, ഒരു ചോദ്യം. യാ, ഇങ്ങോട്ട്. യെസ്. മുമ്പ് ഞാനും ദിവ്യ എസ് അയ്യരും ഒരു പ്രോഗ്രാമിൽ കോട്ടയത്ത് പോയ സമയത്ത് ദിവ്യ എസ് അയ്യർ ജീവിതത്തിൽ എന്താവണം എന്നൊക്കെ കുറേ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് ദിവ്യ എസ് അയ്യരോട് ചോദിച്ചൊരു പാട്ട് പാടുന്നു. ദിവ്യ എസ് അയ്യർ പറഞ്ഞു, ഈ ജനറേഷൻ്റെ ഒരു അധപ്പതനം നോക്കണം. മനസ്സിലാവുണ്ടോ? ഈ ഒരു റൈറ്റ്. കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും പേര് പറഞ്ഞു. തെക്ക് മുതൽ വടക്കോട്ട്. തെക്ക് മുതൽ വടക്കോട്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. തിരുവനന്തപുരം, തെക്കു തെക്കു തിരുവനന്തപുരവും കൊല്ലമലപ്പുഴ കോട്ടയവും ശബരിമലയുള്ള പത്തനംതിട്ടയും അഴകേറിയ എറണാകുളം അരികത്തിടുക്കിയും മരിവിളയും പാലക്കാടും തൃശ്ശൂരും വാഴയൂർ പഞ്ചായത്തുള്ള മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ അങ്ങ് വടക്കന്റെ കാസർഗോഡും. ഞാൻ പാട്ട് പാടുന്ന ആളല്ല, പക്ഷെ കവിത എഴുതുന്നതാണ്. തെലുങ്ക് പാട്ടല്ല, തെലുങ്ക്. എൻ്റെ വീട് തൊടുപുഴയാണ്. ആലപ്പുഴയിലെ ആൾക്കാരെ കുട്ടനാടൻ വള്ളംകളി ഹൈദരാബാദിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പുറത്ത് വള്ളംകളി നടത്തിയ ഞാനാണ്. 154 ഫീറ്റുള്ള ബോട്ട് ഹൈദരാബാദിൽ കൊണ്ടുപോയി ബോട്ട് റേസ് നടത്തിയ സമയത്ത് നമ്മുടെ കുട്ടനാടൻ, നീ ആ പാട്ട് പാടും, കുട്ടനാടൻ കുഞ്ച്, എന്താ തന്റെ പേര്? ആ, എന്താ? 5 പാട് പാടി. കുട്ടനാടൻ കുഞ്ച് ഉറക്കെ. അതല്ല, അതും സിനിമ പാട്ടാ. കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ. ആ, അത് പാടാം.
കുട്ടനാടൻ ജയിലെ ചിന്നമ്മായി മഞ്ചിവാളെ കൊണ്ടു പാട്ടും കാവാലണ്ടി ആട്ടമൈന. അത് തെലുങ്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഞാനൊരു കവിയാണ്, അപ്പൊ ഞാൻ ട്രാൻസ്ലേഷൻസും കവിതകളൊക്കെ എഴുതുന്നതാണ്. ഓക്കെ, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫ് ഇന്ത്യ പോയമായിട്ട് കാണാം, ഡിസ്ട്രിക്ട്സ് ഓഫ് ആന്ധ്രാപ്രദേശ് പോയമായിട്ട് കാണാം. പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്നതാണ്. റൈറ്റ്? ഏതാ ആദ്യം പഠിച്ച പാട്ട്? സോറി, ടിങ്കിൾ ടിങ്കിൾ ഇംഗ്ലീഷ്. ടിങ്കിൾ പാടാനൊക്കെ തന്നെ. മിന്നും മിന്നും താരകമേ എന്തത്ഭുതമാണ് ഈ ദൃശ്യം, മീതേ മീതേ മാനത്ത് വൈഡൂര്യം പോൽ മിന്നുന്നു, മെർസു മെർസു ആകാശം തെലുങ്കിൽ. ഇപ്പൊ പാട്ട് പഠിക്കല്ല, എന്ത് ചെയ്യണം? ക്രിയേറ്റീവ് ആവും. ക്രിയേറ്റീവ് ആവുമ്പോ യു ക്യാൻ റൈറ്റ്. അർത്ഥം ചിന്തിക്കുക ചെയ്യും, എന്നിട്ട് മനസ്സിൽ ആക്കുക. എവിടെയാക്കണം? മനസ്സിലാണ്. ഗുഡ്, താങ്ക് യു. Fine? Thank you. God bless you.